2 ദിവസം പോയതറിഞ്ഞില്ല. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ചാച്ചൻ എങ്ങനെ ടൂർ പ്ലാൻ വന്നേന്ന്. നീ കുറെ നാളായില്ലേ പറയാൻ തുടങ്ങിയിട്ട് നിന്നെ എവിടെയും കൊണ്ടുപോയിട്ടില്ലെന്ന്. ആ പരാതി അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് എനിക്കൊരു മാക്ക് മേടിച്ചു തരുമോ? എനിക്ക് വാഷ്റൂം ഒന്ന് യൂസ് ചെയ്യായിരുന്നു. ഫ്യൂൽ അടിക്കാം, അവിടെ മാക്കും ഉണ്ട്. ചാച്ചന് വേണോ? നീ വാങ്ങിക്കുമല്ലേ, ഞാനൊരു കമ്പനി തരാം. നമ്മുടെ മറ്റേ വണ്ടി പണി കഴിഞ്ഞ് കിട്ടാറായോ? അടുത്ത ആഴ്ച തരാമെന്നാ പറഞ്ഞേ. പാസഞ്ചർ സൈഡ് മൊത്തം ഡാമേജാ, റീപെയിന്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. ചാച്ചൻ അന്ന് ആ ആക്സിഡൻറ്റിലൊന്നും പറ്റാഞ്ഞത് എന്തൊരു ദൈവാനുഗ്രഹമായിപ്പോയി. കണ്ടില്ലെങ്കിലും പറഞ്ഞത് വെച്ച് കെട്ടി നോക്കുമ്പോൾ ഇപ്പോഴും പേടിയാ. അതിൽ നിന്ന് റിലീഫ് ആവാനാണല്ലേ ഈ ടൂർ പ്ലാൻ ചെയ്തത്. അയാളുടെ വല്ല ന്യൂസും ഉണ്ടോ? അറിയില്ല. പാവം, വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരുന്നു തോന്നുന്നു. നമുക്കൊരു ലിഫ്റ്റ് കൊടുത്താലോ ചേച്ചാ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? നീ ആരാ ടാർസനോ? കാണുന്ന വണ്ടിയെല്ലാം കയറി പിടിക്കാൻ ആരാന്ന് പറഞ്ഞോ നമ്മൾ വണ്ടി കയറ്റുന്നത്? മുമ്പ് പരിചയമൊന്നും ഇല്ലാത്തതാണ്. ചാച്ചാ ഒന്ന് വണ്ടി നിർത്തുന്നേ പ്ലീസ്. പുറത്ത് നല്ല തണുപ്പാണ്. നമുക്ക് ആ പാവത്തിനൊന്ന് ഹെൽപ്പ് ചെയ്യാം. ഒരു കുഴപ്പമുണ്ടാകത്തില്ല. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. നാളെ ജോലിക്ക് പോകേണ്ടതാ. ഈ വള്ളിയെല്ലാം ഒഴിവാക്കി നീ എപ്പം പോയി കിടക്കാനാ? Hey mate, you need any help? Yeah, buddy, my car is broken. Can you please drop me to the next server so I can grab a cab from there? No problem mate, please get in. ചാച്ചാ നമുക്ക് ഇയാളെ അടുത്ത ബസ് ക്യാബ് കിട്ടുന്നിടത്ത് ഡ്രോപ്പ് ചെയ്യാം. ഓ, നിങ്ങൾ മല്ലൂസാണോ? അവിടെ വെട്ടം കുറവായിട്ട് ഫേസ് കണ്ടില്ല, അതാ മനസ്സിലാവാൻ. എനിക്ക് കണ്ടപ്പോ സംശയം തോന്നിയിരുന്നു. നാട്ടിലെവിടാ? നാട് പത്തനംതിട്ട. ഇന്നൊരു മോശം ദിവസമായിരുന്നു. വണ്ടി കേടായി, ഫോൺ ഓഫീസിൽ വെച്ച് മറന്നു, വീട്ടിലോട്ടൊന്ന് വിളിക്കാൻ പോലും പറ്റി. വഴി പറഞ്ഞോളൂ, ഞങ്ങള് ഡ്രോപ്പ് ചെയ്തേക്കാം. ഓ, സോക്കായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ? ഓ അത് സാരമില്ല. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെ സ്വന്തം നാട്ടുകാരെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് താങ്ക്സ് കേട്ടോ. ഞാൻ കുറേ സമയം അവിടെ നോക്കിയിരുന്നു, ഒരു ലിഫ്റ്റ് പോലും കിട്ടിയില്ല. തണുപ്പ് കൂടി വന്നപ്പോൾ ടെൻഷനും കൂടി. ബാ കയറി വാ, ഒരു കോഫി കുടിച്ചിട്ട് പോ. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, നാളെ വർക്കിംഗ് ഡേ അല്ലേ. അത് സാരമില്ല, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോ. തിരക്കാണെങ്കിൽ കോഫി കുടിക്കണ്ട, വൈഫിനെ പരിചയപ്പെടാമല്ലോ. എന്നാ ഒന്ന് കയറിയേക്കാം, കോഫിയും കുടിക്കാം, എനിക്കൊന്ന് വാഷ്റൂമും യൂസ് ചെയ്യാലോ. ആരാ ഈ നേരത്ത്? ആരാ? എന്താ? അത് ഇവിടുത്തെ ചേട്ടൻ്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ വീട്ടിൽ കൊണ്ടാക്കാന്ന് വിചാരിച്ചു വന്ന. കോഫി കുടിക്കണം എന്ന് വരെ നിർബന്ധം പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് എനിക്ക് ബാത്റൂം കൂടെ ഒന്ന് യൂസ് ചെയ്യാലോ. ചാച്ചാ ആ ചേട്ടൻ എന്തേ? നീ പുള്ളിക്കാരനും ഒരുമിച്ചല്ലേ വന്നത്? സോറി, നിങ്ങളൊക്കെ ആരാ? ഏത് ചേട്ടനാണ് നിങ്ങളുടെ കൂടെ വന്നത്? സത്യമായിട്ടും ചേച്ചി, ഇതുവരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ ചേട്ടൻ. വാഷ്റൂം യൂസ് ചെയ്യണമെങ്കിൽ പറഞ്ഞാ പോരെ, കേറി വാ. വാ ഇരിക്ക്. എന്നാലും ആ ചേട്ടനോട് പോയി.
ഞാനും അത് ആലോചിക്കുന്നേ. വാ, ഞാൻ വാഷ്റൂം കാണിച്ചു തരാം. ഇതിവിടെ പതിവില്ലാത്തതാണല്ലോ. മൊബൈലുണ്ടോ കയ്യിൽ? ഉണ്ട് ചേച്ചി. ആ ടോർച്ച് നോക്കാം. ചേച്ചി ദേ ഈ ചേട്ടനാ ഞങ്ങളുടെ കൂടെ കാറി വന്നേ. ആര്? വിനോദേട്ടനോ? എന്തൊക്കെയാ പറയുന്നേ? വിനോദേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ 15 ദിവസമായി. കാർ ആക്സിഡന്റ് ആയിരുന്നു. ജോൺ, വന്ന് പിടിക്ക്. കണ്ടിട്ട് ഇങ്ങോട്ട് വന്നേ. ഞാനൊക്കെ നിന്റെ വീടാണ്. അവള് പറഞ്ഞ സത്യോ? വേറെ ഞങ്ങൾ വഴിയിൽ വിളിക്കില്ലേ, കാറും വെക്കണം. അതിന് ഞാൻ അയാളെ കണ്ടിട്ടില്ല. നീ പറഞ്ഞ കാർ നമ്പർ മാത്രമേ എനിക്കറിയൂ. കുറെ ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ടെന്താ നീ ഫോൺ എടുക്കാത്തെ? ഞാൻ പറയുന്നവല്ലോ നീ കേൾക്കുന്നുണ്ടോ? നമ്മളിനി എന്താ ചെയ്യുന്നേ? ഞാൻ അയാളെ അവിടുന്ന് പിക്ക് ചെയ്തത്. ചൂടാ, നീ എന്ത് പൊട്ടത്തരം ഈ പറയുന്നേ? അന്ന് ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ എന്നെ വിനോദട്ട് മരിച്ചതല്ലേ? ഇപ്പൊ നീ പിച്ചുമ്മയൊക്കെ പറയുന്നത് എന്താ? ആയിരിക്കാം, പക്ഷേ സത്യം പറ, നിങ്ങൾ തമ്മി എങ്ങനെ അറിയാം? അയ്യേ, താൻ എന്തൊക്കെയാ പറയുന്നേ? നമ്മളിപ്പോ ആദ്യമായിട്ടല്ലേ കാണുന്നേ? സത്യം പറ. പക്ഷേ എൻ്റെ കൂടെ ജീവിച്ചിട്ട് എനിക്കെന്നെ മനസ്സിലായില്ല. എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതെന്നോട് പറഞ്ഞ ഞാൻ സാക്ഷിയായിരുന്നു. എന്നെ കൊല്ലാതെ വിടണം. അതൊന്ന് വിനോദേട്ടൻ കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാതായിപ്പോയി. എന്നോട് ക്ഷമിക്കണം വിനോദേട്ട, തെറ്റ് പറ്റിപ്പോയി, പ്ലീസ്. എല്ലാം അനു കാരണമാണ്. ഞാൻ അപ്പോഴേ ഇതെല്ലാം വേണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നിർബന്ധിച്ചെല്ലാം സാധിച്ചത്. ആഹാ, ഇപ്പൊ എന്റെ മാത്രം തെറ്റായോ? ഞാൻ പറഞ്ഞപ്പോ നീ എന്താ ഒഴിഞ്ഞു മാറാതിരുന്നത്?
അടുത്ത് വരരുത്. എനിക്ക് പേടിയാണ് നിങ്ങളെ. ഞാൻ എത്രമാത്രം സ്നേഹിച്ചതാ. എന്നിട്ട് ഇന്ന് ഭൂമിയിൽ എൻ്റെ ആത്മാവിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ വന്നു. പേടിക്കേണ്ട, എൻ്റെ ജോലി കഴിഞ്ഞു. ജെസ്സി എന്നോട് ക്ഷമിക്കും. ഒരുപക്ഷെ എല്ലാം അറിഞ്ഞിട്ടും ജെസ്സി ജോണിനോട് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റണമായിരുന്നു. പക്ഷേ എൻ്റെ ശരി ഇതാണ്. ജെസ്സി പോയിക്കോ, ഇവിടെ കണ്ടതെല്ലാം മറന്നേക്കും. ജോൺ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും. ആരാ ജോണ്? ഏത് ജോൺ? എനിക്കറിയത്തില്ല ജോൺ ആരാണ്. എനിക്ക് ജോണിനെ അറിയത്തില്ല. എൻ്റെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞു. ജോണിനെ അറിയത്തില്ല. ഈ മെസ്സേജ് എല്ലാം വന്നത് ആരുടെയാ? എത്രയെല്ലാം ജോണിയിൽ ലോകത്തുണ്ട്. ഈ മെസ്സേജ് എല്ലാം വന്നത് ആരുടെയാ? നിങ്ങളിങ്ങനെ എൻ്റെ മെസ്സേജൊക്കെ വായിക്കുന്നേ? പിന്നെ ഞാനല്ല, പിന്നെ ആരാ നോക്കുന്നത്? എൻ്റെ ഫോൺ എൻ്റെ അല്ലേ? ആഹാ, അങ്ങനെയാണോ? ഹലോ ജോൺ, വിനോദല്ല അറിഞ്ഞതാ തോന്നി. എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ? വണ്ടിയുടെ നമ്പർ ഞാൻ പറയാം. 18. നീ ഫോൺ വെച്ചോ, ഞാൻ വേണ്ടുപോലെ ചെയ്തോളാം. അപ്പോൾ അങ്ങനെയാണോ? അവിടെ നിന്നാണോ ഞങ്ങളുടെ കാർ ആക്സിഡൻ്റ് ആയത്? എന്നിട്ട് ജോൺ എന്തെല്ലാം കള്ളവോ എന്നോട് പറഞ്ഞു. എനിക്ക് പോകാൻ സമയം.